ഇന്നത്തെ ദിവസം ശരിക്കും എൻ്റെ സിനിമ റിലീസ് രണ്ടാമത്തെ ദിവസമാണ്. അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും കണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ SKN സാറിൻ്റെ ഷോയിൽ ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരുന്നൊരു സംവിധായകനാണ് ഞാൻ. ഇന്ന് പക്ഷെ നമുക്കതല്ല പറയേണ്ടി വരുന്ന മാനസികാവസ്ഥ. പേര് കൊണ്ട് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാവും, അല്ലെങ്കിൽ പേരൊരു വിഷയമായിട്ട് മാറുമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിച്ചിരുന്നില്ല. അതിന് അങ്ങനൊരു കാര്യമില്ലല്ലോ, നമുക്കറിയില്ലല്ലോ, എന്താണെന്നറിയില്ല. ജാനകി എന്നുള്ളൊരു പേരാണ് ഒരു പ്രശ്നമായിട്ട് അതിനകത്ത് എടുത്തു കാണിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു മതത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ആ രീതിയിൽ ഹനിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ആ സിനിമയിലുണ്ടോ ഇത്ര രീതിയിൽ ഒരു വിവാദത്തിലേക്ക് വരാൻ? ഇത് പെർസ്പെക്റ്റീവിൻ്റെ വിഷയമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ചയിലാവില്ല സെൻസർ ബോർഡ് കാണുക. ഇപ്പം ഞാൻ കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്ത് മലയാളം പോലൊരു ഭാഷയിലേക്ക് എഴുതി തയ്യാറാക്കി വന്നൊരു സിനിമ ഇപ്പം കാലത്തിൻ്റെ മാറ്റം കൊണ്ട് അതൊരു 4 ഭാഷയിലേക്ക് ഡബ് ചെയ്തൊരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് വരുന്നുണ്ട്. സെൻസർ ബോർഡ് എപ്പോഴും അവരുടേതായ അവർക്ക് നോക്കേണ്ട കാര്യങ്ങളും അവർക്കറിയാതിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യ പോലൊരു രാജ്യത്ത് സെൻസർ ബോർഡ് പോലൊരു ബോർഡ്, അതിൽ ബോർഡംഗങ്ങളും അതിൻ്റെ ചെയർമാനും അത്രയും വലിയ ആൾക്കാരാണ് അവർ. അപ്പോൾ അവരതിൽ എന്തെങ്കിലും ഒഫൻസീവായിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അതെന്താണെന്ന് ഒരു കോടതി പറയുമെന്ന് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. 2.5 മണിക്കൂറുള്ള സിനിമയല്ലേ. അതെന്തുകൊണ്ടാണ് ജാനകി എന്ന് പറയുന്ന പേരും ആ സിനിമയും തമ്മിൽ അവർ കാണുന്ന വിഷയം എന്താണെന്നുള്ളത് അവർ പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. കോടതിയിൽ വരെ കാര്യങ്ങൾ എത്തുന്നു. നിയമപരമായിട്ട് അത് ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്നയാള് പറഞ്ഞിട്ട് പോലും അതിൽ മാറി നിൽക്കാണ്ട് കോടതി വരെ എത്തുന്നു. ഈ ഒരു നിയമ പോരാട്ടം അത് ഇതിന്റെ സിനിമയുടെ വിജയം കാണുന്നത് വരെ തുടരാൻ തന്നെയാണോ തീരുമാനം? ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റിയാണ്. ഒരു സമയമുണ്ട്. ആ ഒരു കമ്മോഡിറ്റി മാർക്കറ്റിൽ എത്തേണ്ട ഒരു സമയമുണ്ട്. ആ ദിവസമായിരുന്നു ഇന്നലെ. ഇതിലേക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഒരുപാട് 2-3-4 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഞാൻ ഇന്നലെ മറ്റൊരു ചാനലിൽ പറഞ്ഞതുപോലെ, സിനിമ എന്ന് പറയുന്ന ആത്യന്തികമായിട്ട് പ്രേക്ഷകന് കാണാനും അവർക്ക് ഇഷ്ടപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ കലാകാരന്മാരത് എടുക്കുന്നതെങ്കിലും അതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു മാർക്കറ്റും ബിസിനസ്സും കണ്ടുകൊണ്ട് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് പൈസ അല്ലെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ ഒരു കഥയിൽ വിശ്വസിച്ച് എൻ്റെ ആശയത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു കഥയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത പ്രൊഡ്യൂസർമാരോട് അല്ലെങ്കിൽ അവരിന്ന് കടന്നു പോകുന്ന മാനസികാവസ്ഥ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കണം. ഈ നിമിഷം വരെ അവരാരും എന്നോട് ഒരു വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടോ ഒരിക്കലും പേരിനെ പറ്റി മാറണമെന്നൊരു ഒന്നും സംസാരിച്ചിട്ടില്ല. എങ്കിലും അവർ നിൽക്കുന്ന ഭീകരമായ ഒരു അന്തരീക്ഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയേറെ ഹോർഡിങ്സുകൾ, ഇത്രയേറെ പോസ്റ്ററുകൾ, ഇത്രയേറെ പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. ഇന്നത്തെ ദിവസം ശരിക്കും ഞങ്ങൾ ക്രൂ മൊത്തം ദുബായിലാണ്. ഇന്ന് ദുബായ് ഞങ്ങൾക്ക് ഫംഗ്ഷൻ മാളിൽ വലിയൊരു ഫംഗ്ഷനും കാര്യങ്ങളും പ്രൊമോഷൻ വർക്കും എല്ലായിട്ട് നാളെ ദുബായ്, ഖത്തർ ഒക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ഒത്തിരിയേറെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇറങ്ങി കിടക്കുന്ന ഒരു സിനിമയാണത്. നിയമ പോരാട്ടം എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും ഇന്ത്യയുടെ നീതിന്യായ വ്യവഹാരങ്ങളിലേക്ക് ഒരു കേസുമായിട്ട് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാലഘട്ടം അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു കാലതാമസം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കേസുമായിട്ട് എത്ര കാലം പോകാൻ പറ്റുമെന്നതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പേര് മാറ്റി സിനിമ റിലീസ് ചെയ്യുന്നതാണോ അതോ 6-7 മാസം കേസുമായിട്ട് പോകുന്നതാണോ, ഇതിലൊന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല നിലവിൽ ഞാൻ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു കൂട്ടായ തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ. ആത്യന്തികമായിട്ട് സിനിമ എന്ന് പറയുന്നത് കലാകാരന്റെ സൃഷ്ടിയാണെങ്കിലും അതിന്റെ IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഹോൾഡ് ചെയ്യുന്നത് പ്രൊഡ്യൂസറാണ്. കാരണം അദ്ദേഹമാണ് അതിൽ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നതും അദ്ദേഹമാണ് ഇതിന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇപ്പം കോ പ്രൊഡ്യൂസറും അങ്ങനെ ഒരു 3-4 പ്രൊഡ്യൂസർമാരുണ്ട്. കാരണം അവരെല്ലാം കൂടെ ചേർന്ന് അതിലൊരു തീരുമാനം എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ തീരുമാനത്തോട് ഒത്തുചേർന്ന് പോകുവാനേ നിലവിലത്തെ സാഹചര്യത്തിൽ എനിക്ക് സാധ്യമാവുകയുള്ളൂ. നാളെ ഇപ്പോൾ ഒരു വലിയ തരത്തിലേക്ക് ഒരു സമരം, അത് പ്രത്യക്ഷ സമരം എന്ന രീതിയിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ഫെഫ്കയുടെ തീരുമാനം. ആ രീതിയിൽ മറ്റേതെങ്കിലും ഒരു സംഘടന, ഫെഫ്ക മാത്രമാണോ നമുക്കൊരു സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്, മറ്റേതെങ്കിലും സംഘടനകൾ സപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഫെഫ്ക മാത്രമല്ല, ഫെഫ്കയിൽ ഉള്ള ഏകദേശം ഒരു 19 സംഘടനകളുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ എല്ലാ സംഘടനകളും. കാരണം ഇത് കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ഒരു തൊഴിലിടത്തിന്റെ പ്രശ്നമാണ്. ഇന്നലെ ഞാനത് പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പം കേന്ദ്രമന്ത്രിയാണ്, നാളെ ഞാനൊരു സിനിമ എഴുതുമ്പം ആരും ഉണ്ടാവില്ല. അപ്പം ഇതൊരു തൊഴിലിടത്തിന്റെ പ്രശ്നമാണ്, തൊഴിലിനെ ബാധിക്കുന്ന കാര്യമാണ്. കലാകാരന്മാരല്ലെങ്കിൽ എഴുത്തുകാർ നാളെ ഒരു കാര്യം എഴുതാൻ തുടങ്ങുമ്പോൾ വീണ്ടും ചിന്തിക്കുക. അതായത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നലെ കടന്നുപോയ ഒരു ദിവസത്തിൽ ഡയറി എഴുതാൻ പോലും നമ്മളെ കൊണ്ട് എത്ര പേരെ കൊണ്ട് സാധിക്കും? ഇന്നലെ കടന്നുപോയ ഒരു കാര്യം എഴുതാൻ, നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ ഒരു കാര്യം എഴുതി വെക്കാൻ പോലും നമ്മളെ കൊണ്ട് എത്ര സാധിക്കുമെന്ന് അവനവൻ ട്രൈ ചെയ്താൽ അറിയാൻ സാധിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്ത് നമ്മളൊരു കഥ എഴുതുക,
അത് ചിത്രീകരിക്കുക, അതൊക്കെ ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. ഒരു പക്ഷേ നിങ്ങൾക്കറിയായിരിക്കാം ഇല്ലേ, ഈ ഒരു ഫീൽഡുമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു പരിധി കൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സംഘടനകൾ ഇത് പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. വളരെയധികം സപ്പോർട്ടുണ്ട്. അത് സംഘടനകളുടെ മാത്രമല്ല, പൊതുസമൂഹത്തിൽ നിന്ന് അതിന്റെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് ആശ്വാസവാക്കുകൾ പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് ഈ ആഴ്ച അല്ലെങ്കിൽ വരുന്ന ആഴ്ചയിൽ ഈ സിനിമ റിലീസാകും. അതിന് ശക്തമായ ഒരു തീരുമാനം, അല്ലെന്നുണ്ടെങ്കിൽ ഏത് വഴിക്കാന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ കോടതി സിനിമ കാണും എന്നാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്, ചിലപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് വരാം. അതല്ലാതെയാണെങ്കിലും എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം സോൾവ് ആയി സിനിമ ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇന്നലെ കോടതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ചോദിച്ചിരുന്ന സെൻസർ ബോർഡിനോടുള്ള ചോദ്യം, ജാനകി എന്ന പേരിൽ എന്താണ് പ്രശ്നം എന്നാണ് സെൻസർ ബോർഡിനോട് ചോദ്യം ഉന്നയിക്കുന്നത്. അപ്പോ ഇപ്പൊ പ്രവീൺ പറഞ്ഞതുപോലെ ഒരു കോടതി ആ സിനിമ കാണുകയാണെങ്കിൽ പേര് മാറ്റേണ്ട വരില്ല എന്നൊരു പ്രതീക്ഷയെ തന്നെയാണോ ഇപ്പോഴും പ്രവീൺ? തീർച്ചയായിട്ടും ഒരു കലാകാരൻ അല്ലെങ്കിൽ സൃഷ്ടാവ് എന്നുള്ള നിലയ്ക്ക് ആ സിനിമ ആ പേരിൽ തന്നെ ഇറങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാനതിൽ എഴുതാൻ തുടങ്ങിയ ആ നിമിഷം തൊട്ട് ഇന്നീ നിമിഷം വരെയും ജാനകിയായിട്ട് തന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റൊരു പേരിൽ അതിനെപ്പറ്റി ആലോചിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞുണ്ടായ കുഞ്ഞിനെ 7-8 വർഷം വളർത്തി നമ്മൾ ഇവിടം വരെ എത്തിക്കുന്ന ഒരു സമയത്ത് അതിന്റെ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ, നാമം എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റിയാണ്. ഇനി നമ്മളത് മാറ്റിയാൽ പോലും എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാകുമെന്നറിയില്ല. കാരണം ജാനകി എന്നുള്ള പേരിൽ എനിക്കൊന്ന് 2-2.5 വർഷം മുമ്പ് തൊട്ട് ഒരു പോസ്റ്റർ ഇറങ്ങി പബ്ലിസിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്തൊരു സിനിമയാണ്. പിന്നെ പല കാരണങ്ങളാലാണ് അത് ഇറങ്ങാതിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കോടതി നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.